പിതാവും പുത്രനും പരിശുദ്ധരുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആമീൻ. 345 സിറിയൻ കുടിയേറ്റം കേരള സുറിയാനി സഭയുടെ രണ്ടാം അടിസ്ഥാനം എന്ന വിഷയത്തെപ്പറ്റി ഉള്ള സംഭാഷണത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇത് ഒന്നാം ഭാഗമാണ്. ഇതിൽ പ്രചോദന സാഹചര്യങ്ങളും കുടിയേറ്റവും എന്ന വിഷയത്തെപ്പറ്റിയാണ് പ്രതിപാദിക്കുവാൻ പോകുന്നത്. ഇത് രണ്ടാം അടിസ്ഥാനം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യമേ വ്യക്തമാക്കാം. നമുക്ക് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എല്ലാം അറിയാവുന്നതുപോലെ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ സഭയാണ് കേരളത്തിലുണ്ടായിരുന്നത്. 52-ാം ആണ്ടിൽ ശ്ലീഹ കേരളത്തിൽ വരികയും 7 ഇടങ്ങളിൽ പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. 4 കുടുംബങ്ങളിൽ നിന്ന് പുരോഹിതന്മാരെ വാഴിച്ചു. തിരുവത്താഴം, മാമോദീസ, വിവാഹം എന്നീ 3 ക്രിസ്തീയ ചടങ്ങുകൾക്കുള്ള പരിശീലനവും അവർക്ക് നൽകി. ഏകദേശം 20 വർഷത്തിനു ശേഷം മാർത്തോമാ ശ്ലീഹ രക്തസാക്ഷി മരണം പ്രാപിച്ച് മൈലാപ്പൂരിൽ കബറടങ്ങുകയും ചെയ്തു. ഇതിൻ്റെ ശേഷം ഉണ്ടായ സംഭവങ്ങളാണ് ഇനിയും നമ്മളുടെ പ്രതിപാദന വിഷയം. ശ്ലീഹ വന്ന് കേരളത്തിൽ സഭ സ്ഥാപിച്ചത് ഒന്നാം അടിസ്ഥാനമായി കണക്കാക്കിയാൽ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണ് 345 ഒന്നാം സിറിയൻ കുടിയേറ്റം. മാർത്തോമാ ശ്ലീഹായുടെ കാലത്തിന് ശേഷം 2-ാം നൂറ്റാണ്ടായതോടുകൂടി കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഏകദേശം ബലഹീനത വന്നു തുടങ്ങി. അതിൻ്റെ കാരണം പുരോഹിതന്മാരുടെ മരണവും അറിവുള്ള നേതാക്കന്മാരുടെ അഭാവവുമായിരുന്നു. ഇതുമൂലം ജനങ്ങൾ ഉത്സവത്തിന് തിരികെ പോകുവാൻ, അമ്പലങ്ങളിലേക്ക് പോകുവാനും കൊടിയേറ്റം, ഉത്സവത്തിൻ്റെ കൊടിയേറ്റം, മുടികയറ്റം എന്നിവ കാണുവാനുമിടയായി. അവർ കീർത്തനം പാടുകയും നേർച്ച കാഴ്ചകൾ അണയ്ക്കുകയും ചെയ്യുവാനും തുടങ്ങി. ഇതുമൂലം സഭ ഏകദേശം ശോഷിക്കുവാൻ തുടങ്ങി. പക്ഷേ ഇതിലും ഭയങ്കരമായ ഒരു സംഭവം 3-ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായത്. 3-ാം നൂറ്റാണ്ടിൽ പേർഷ്യക്കാരനായ മാണി എന്ന കൂടോത്രക്കാരൻ പേർഷ്യ, മെസപ്പൊട്ടേമിയ ദേശങ്ങളിൽ ചുറ്റി നടന്ന് തൻ്റെ പുതിയതായ മതസിദ്ധാന്തങ്ങളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. താൻ അവസാനത്തെ മിശിഹ ആണെന്നാണ് അദ്ദേഹം വാദിച്ചിരുന്നത്. മാണി തൻ്റെ അത്ഭുതങ്ങൾ മൂലം അനേകരെ ഈ മാണിക്കേയിസം എന്ന മതത്തിലേക്ക് ആകർഷിക്കുവാൻ തുടങ്ങി. അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് മാജിക് അഥവാ മാന്ത്രിക വിദ്യകളും ക്ഷുദ്രവും പഠിച്ചിട്ടുള്ള ആളായിരുന്നു. അവ കൊണ്ട് പല അത്ഭുതങ്ങളും അദ്ദേഹം മാണി കാണിക്കുവാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ടത് നിന്ന നിൽപ്പിൽ മേലോട്ട് പറന്നുയരുവാനുള്ള ശക്തി അദ്ദേഹം ആർജിച്ചു. ഇതുമൂലം അനേകർ മാണിയുടെ മതത്തിൽ ചേരുകയും മാണിയോടുകൂടി പ്രത്യേകിച്ച് ശിഷ്യന്മാരായിരുന്നവർ കൂടി മാണിക്കേയ മതം പ്രചരിപ്പിക്കുന്നതിനായി മെസപ്പൊട്ടേമിയ ഭാഗങ്ങളിൽ, പേർഷ്യ ഭാഗങ്ങളിൽ നടക്കുകയും ചെയ്തു. ആ കാലങ്ങളിൽ അന്നുണ്ടായിരുന്ന പേർഷ്യ രാജാവ് മാണിയുടെ കൂടെ പഠിച്ചയാളായതുകൊണ്ട് ആ രാജാവും ഈ മതത്തോട് അനുഭാവമുള്ളയാളായി തീർന്നു. ഇതിനുശേഷം മാണി തെക്കേ ഇന്ത്യയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിന് ചരിത്രകാരന്മാർ, പുരാതന ചരിത്രകാരന്മാർ പ്രത്യേകിച്ചും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇയാൾ കേരളത്തിൽ ആദ്യമേ മൈലാപ്പൂർ എത്തി. മൈലാപ്പൂരും കാവേരിപ്പൂവും പട്ടണം എന്ന പ്രദേശത്തും തൻ്റെ മതം ശക്തിയോടെ പ്രചരിപ്പിച്ചു. അധികാരികളെയും രാജാക്കന്മാരെ തന്നെയും സ്വാധീനിച്ച് തൻ്റെ മതത്തിലേക്ക് ചേരാഞ്ഞവരെ ഇയാൾ വളരെയേറെ പീഡിപ്പിക്കുകയും ചെയ്തു. ഈ അധികാരികളുടെ ശക്തിയോടുകൂടിയായിരുന്നു പീഡനം. ഇതുകൊണ്ട് അന്ന് ആ ഭാഗങ്ങളിൽ, അതായത് തെക്കേ ഇന്ത്യയുടെ കിഴക്ക് തീരത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ
അനേകരും അവിടെ നിന്ന് പ്രയാണം ചെയ്യുവാനിടയായി. അവർ പ്രയാണം ചെയ്തു പോന്നത് പടിഞ്ഞാറേ തീരമായ കേരളത്തിലേക്കും പ്രത്യേകിച്ചും കൊല്ലം, തിരുവിതാംകോട് എന്നീ 2 സ്ഥലങ്ങളിലേക്കാണ് പ്രയാണം ചെയ്തു പോന്നവർ പോയത്. അവർ അവിടെ വന്ന് താമസിച്ചു. പക്ഷേ മാണിയും അയാളുടെ അനുയായികളും കേരളത്തിലും എത്തി അവരെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. താൻ പൂജ ചെയ്ത് ഉണ്ടാക്കിയ ഭസ്മം കൊടുത്ത് അവരുടെ രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ തുടങ്ങി. വേറെയും പല അത്ഭുതങ്ങളും കാണിച്ചു. പഞ്ചഗവ്യം മുതലായ ജപിച്ചുള്ള സാധനങ്ങൾ കൊടുത്ത് ജനങ്ങളെ വശീകരിച്ചു തുടങ്ങി. അങ്ങനെ മതപ്രചരണം മൂലം അന്ന് 160 കുടുംബങ്ങൾ കൊല്ലം തൊട്ട് കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന 160 കുടുംബക്കാരുണ്ടായിരുന്നതിൽ 96 കുടുംബക്കാരും മണിയോട് ചേരുവാനിടയായി. ഇതോടുകൂടി 64 കുടുംബക്കാർ മാത്രം തെക്കോട്ടുള്ള ഭാഗത്ത് അവശേഷിച്ചു. നേരെ മറിച്ച് വടക്കോട്ട്, അതായത് കൊടുങ്ങല്ലൂരും അതിൻ്റെ വടക്കോട്ട് പറവൂർ, പട്ടമന പറവൂർ എന്ന് പറയുന്ന സ്ഥലത്തുമൊക്കെയായി വേറെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. പക്ഷേ തെക്കോട്ടുള്ളവർ 64 കുടുംബക്കാരായി മാത്രം അവശേഷിച്ചു. മാണിയോടുകൂടെ ചേർന്നവർ വളരെ ബലമുള്ളവരായി തീർന്നു. അവരെയാണ് പിൽക്കാലത്ത് മണിഗ്രാമക്കാർ എന്ന് വിളിച്ചു വന്നത്. മാണി കൊടുത്ത ഭസ്മം ധരിക്കാൻ വിസമ്മതിച്ച് മാണിയോടെ ചെറുത്തു നിന്നവരെ ധരിയാക്കൾ എന്നും വിളിച്ചു. 18-ാം നൂറ്റാണ്ട് വരെ ഈ 2 കൂട്ടരും കേരളത്തിൽ ഉണ്ടായിരുന്നതായി ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, പ്രത്യേകിച്ചും CMS മിഷണറിമാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ തെക്കേ ഇന്ത്യയിൽ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് റോമാ സാമ്രാജ്യത്തിലും പലസ്തീൻ, സിറിയ നാടുകളിലും വലിയ സംഭവ പരമ്പരകളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതായത് 299 മുതൽ 303 വരെ ക്രിസ്ത്യാനികൾ വളരെയേറെ പീഡ അനുഭവിച്ച കാലമായിരുന്നു. പ്രത്യേകിച്ച് റോമാ ചക്രവർത്തിയായ ഡയോക്ലിഷ്യൻ്റെ കാലത്തായിരുന്നു ഈ ഏറ്റവും വലിയ പീഡാകാലം. ക്രിസ്ത്യാനികളെ വളരെയേറെ നമുക്ക് വിവരിക്കാനാവാത്ത വിധത്തിൽ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്ന കാലമായിരുന്നു. ഡയോക്ലിഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കാലശേഷമാണ് കുസ്തന്തീനോസ് രാജാവ് എന്നയാൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയാകുന്നത്. 312-ൽ കുസ്തന്തീനോസ് രാജാവ് ഒരു വലിയ യുദ്ധത്തിനായി പട പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈന്യം വളരെ ബലം ക്ഷയിച്ചതായിരുന്നു. യുദ്ധത്തിൻ്റെ തലേന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിക്കിടന്നപ്പോൾ ആകാശത്ത് കുരിശിൻ്റെ അടയാളം കാണുകയും ഈ അടയാളത്തിന് കീഴിൽ നീ യുദ്ധം ചെയ്യുക എന്ന് ആരോ പറയുന്നതായി കേൾക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം അദ്ദേഹം തൻ്റെ പടയാളികളുടെ ഉടുപ്പിന്മേലും കവചത്തിന്മേലും എല്ലാം കുരിശിൻ്റെ അടയാളം വരച്ചു യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ ജയം പ്രാപിക്കുകയും ചെയ്തു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു. അങ്ങനെ കുസ്തന്തീനോസ് രാജാവ് ക്രിസ്ത്യാനി ഉടനെ ആയില്ല, ക്രിസ്തുമതം ഉടനെ സ്വീകരിച്ചില്ല. നേരെ മറിച്ച് ക്രിസ്ത്യാനികളോടുള്ള പീഡനങ്ങൾ 313-ലെ ഈഡിക്റ്റ് ഓഫ് മിലാൻ എന്ന് പറയുന്ന പ്രസിദ്ധമായ വിളംബരം മൂലം നിർത്തൽ ചെയ്യുക തന്നെ ചെയ്തു. ഇതോടുകൂടി ക്രിസ്ത്യാനികൾക്ക് വളരെ ആശ്വാസവും രാജപ്രീതിയും ഉണ്ടാകുകയും അവർ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു. അതിനുശേഷം കുസ്തന്തീനോസ് രാജാവ് അതിനുശേഷം ചെയ്തത് വലിയൊരു സുന്നഹദോസ് വിളിച്ചു കൂട്ടുകയായിരുന്നു. ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായ 325-ലെ നിഖ്യാ സുന്നഹദോസ്. ഇതിൽ സന്നദ്ധരായ പല പരിശുദ്ധ പിതാക്കന്മാരും മുമ്പേ പറഞ്ഞ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് പീഡനങ്ങൾ മൂലം വളരെയേറെ മുറിവേറ്റവരും ശരീരത്തിൻ്റെ പല അവയവങ്ങളും നഷ്ടപ്പെട്ടവരുമായിരുന്നു.
അവരെ താലങ്ങളിൽ എടുത്തുകൊണ്ടാണ് ഈ സുന്നഹദോസിൽ വന്നത് എന്ന് ചരിത്രങ്ങൾ സാക്ഷിക്കുന്നു. ഇങ്ങനെ സഭ ശക്തിയോടെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരുന്ന കാലങ്ങളാണ് ഈ 325 ശേഷവും ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഏറ്റവും വലിയ ഒരു സംഭവം ഉണ്ടാകുന്നത്. നമുക്ക് കൃത്യമായി തീയതി അറിഞ്ഞുകൂടാ എങ്കിലും ഏകദേശം 340-നും 344-നും ഇടയ്ക്ക് ഇതുണ്ടായി എന്ന് കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഊഹിക്കുവാൻ സാധിക്കുന്നു. ഉറഹായുടെ മാർ യൗസേപ്പ് പിതാവിൻ്റെ ദർശനം ഇപ്രകാരമായിരുന്നു. ആരോ ഒരാൾ തൻ്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ഞാൻ മരിച്ചു നേടി എന്ന മലയാളത്തിലെ ആട്ടിൻകൂട്ടം ആവലാതിപ്പെട്ട് മുടിയുന്നതിൽ നിങ്ങൾക്ക് സങ്കടമില്ലയോ എന്ന് തന്നോട് ചോദിക്കുന്നതായിട്ടായിരുന്നു ദർശനം. ഇത് കണ്ടതോടുകൂടി മാർ യൗസേപ്പ് വെപ്രാളപ്പെട്ട് എഴുന്നേറ്റു. പിറ്റേ ദിവസം തന്നെ തൻ്റെ മേധാവിയായ അന്ത്യോഖ്യായുടെ പാത്രിയർക്കീസിനെ കാണുവാൻ പോയി. അന്ത്യോഖ്യായുടെ പാത്രിയർക്കീസ് ആ കാലത്ത് യുസ്തേദിയൂസ് എന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹവും കിഴക്കിൻ്റെ കാതോലിക്കായും ഉറഹായുടെ മാർ യൗസേപ്പും കൂടി യെരുശലേമിൽ ഒത്തുചേർന്ന് ഈ ദർശനത്തിൻ്റെ പൊരുൾ എന്തെന്ന് ആലോചിച്ചിട്ട് അവർക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അതിനാൽ അവർ ഒരു വലിയ ജനതയെ അവിടെ വിളിച്ചു കൂട്ടി. ഇടവകക്കാരും അധികാരികളും ആയിട്ടുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി മാർ യൗസേപ്പ് തൻ്റെ ദർശനത്തെക്കുറിച്ച് ഇവരോട് വിവരിച്ചു പറഞ്ഞു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവർ ഇവിടെ അറിയിക്കണമെന്നും അദ്ദേഹം അപേക്ഷിച്ചു. അപ്പോഴാണ് യെരുശലേംകാരനായ ക്നായിത്തോമ എന്ന വ്യക്തി എഴുന്നേറ്റ് നിന്ന് താൻ ഇന്ത്യയിൽ കച്ചവടത്തിനായി പോകാറുണ്ട് എന്നും അവിടെ ക്രിസ്ത്യാനികൾ ഉള്ളതായി താൻ കേട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം പിതാക്കന്മാരെ അറിയിച്ചു. ഒരു സ്രോതസ്സിൻ പ്രകാരം ഉറഹായുടെ മാർ യൗസേപ്പ് എഴുന്നേറ്റ് നിന്ന് ക്നായിത്തോമയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, എൻ്റെ മകനെ, നീ എത്രയും വേഗം അവിടം വരെ ഒന്ന് പോയി എൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് തിരക്കിയിട്ട് വേഗം തിരികെ വന്ന് ഞങ്ങളെ വിവരം അറിയിക്കണമെന്ന്. അതിൻ പ്രകാരം യെരുശലേംകാരനായ ക്നായിത്തോമ കച്ചവടത്തിനായി തന്നെ കേരളത്തിലേക്ക് യാത്ര പുറപ്പെടുകയും കൊടുങ്ങല്ലൂരിൽ ആദ്യമായി ഇറങ്ങുകയും ചെയ്തു. അവിടെ കുരിശ് ധരിച്ചവരായ കുറേ ജനങ്ങളെ കണ്ട് അവരോട് അടുത്ത് ചെന്ന് സംസാരിച്ച് അവർ ക്രിസ്ത്യാനികളാണ് എന്ന് മനസ്സിലാക്കി അവരോട് അവരുടെ ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും കുറിച്ച് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് പട്ടക്കാരും അറിവുള്ളവരും ഇല്ലായ്കയാൽ ഞങ്ങൾ വളരെ സങ്കടപ്പെടുന്നു എന്നതാണ്. ഈ വിവരം കേട്ട ഉടനെ ക്നായിത്തോമ, ചില സ്രോതസ്സുകളിൽ ഇതിനെപ്പറ്റി വളരെ കൂടുതലായിട്ടുണ്ട്, അവർക്ക് ബലം നൽകിയിട്ട് തിരികെ പോകുന്നു എന്ന് ഒരിടത്ത് പറയുന്നു. വേറൊരിടത്ത് പറയുന്നു, തൽക്കാലം കിട്ടിയിടത്തോളം കുരുമുളക് ശേഖരിച്ച്, കുരുമുളകും മറ്റ് ദ്രവ്യങ്ങളും ശേഖരിച്ച് വേഗം കപ്പൽ കയറി തിരികെ ഉറുശലേമിലെത്തി. ഉറുശലേമിലെത്തിയപ്പോൾ വീണ്ടും യുസ്തേദിയോസ് പാത്രിയർക്കീസ് ബാവായെയും കിഴക്കിൻ്റെ കാതോലിക്കായെയും ഉറഹായുടെ മാർ യൗസേപ്പിനെയും കണ്ട് താൻ ഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതോടുകൂടി വലിയൊരു സംരംഭമാണ് ഈ പിതാക്കന്മാർ ഏറ്റെടുത്തത്. ഏകദേശം 343-44 കാലങ്ങളിൽ ഇത് ഉണ്ടായി എന്ന് നമുക്ക് അനുമാനിക്കാം. കൃത്യമായ തീയതി ഒരിടത്തും പറയുന്നില്ല, എങ്കിലും ഏകദേശം ഈ ആണ്ടുകളിലായിരുന്നിരിക്കണം സംഭവം. കുടിയേറ്റ പാർട്ടിയെ തന്നെ അവർ സ്വരൂപിച്ച് ഉണ്ടാക്കിയെടുത്തു. ഈ പാർട്ടിയിൽ ഉറഹായിലെ മാർ അപ്രേമിൻ്റെ കോട്ടയിൽ നിന്നും 7 പ്രധാനപ്പെട്ട പ്രബലന്മാരായ കുലക്കാർ, അതായത് കുടുംബങ്ങൾ, 7 പ്രധാനപ്പെട്ട കുടുംബങ്ങളിലെ 72 വീട്ടുകാരാണ് മുൻപോട്ട് വന്നത്. തങ്ങളും ഉറഹായുടെ മെത്രാപ്പൊലീത്ത ആയ മാർ യൗസേപ്പിൻ്റെ കൂട്ടത്തിൽ
കേരളത്തിലേക്ക് പോകുവാൻ തയ്യാറായി ഇവരാണ് ആദ്യമേ വന്നത്. അവരുടെ കൂട്ടത്തിൽ തന്നെ കശീശന്മാരും ഷെമ്മാശന്മാരും ഉണ്ടായിരുന്നു. അനേകം പുരുഷന്മാർ, സ്ത്രീകൾ, പൈതങ്ങൾ അടങ്ങി ഏകദേശം 400-ൽ പരം പേരായിരുന്നു ഈ കുടിയേറ്റ പാർട്ടിയായി മാർ യൗസേപ്പിൻ്റെ കൂടെ പോകുവാൻ ഒരുങ്ങിയത്. അവർ സ്വർണം വെള്ളി ആയി ഏറെ ദ്രവ്യവും കരുതിയെടുത്തു. രത്നങ്ങളും ഉണ്ടായിരുന്നു. ബാബാമാർ അവർക്ക് പുസ്തകങ്ങളും കൊടുത്തിരുന്നു. ഇവയെല്ലാമായി അവർ യാത്രയ്ക്കായി ഒരുങ്ങി. ഈ യാത്ര തന്നെ ക്നായ് തോമായുടെ നേതൃത്വത്തിലായിരുന്നു. ക്നായ് തോമായെ പിതാക്കന്മാർ ഈ ജനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊള്ളണമെന്ന് അഭ്യർത്ഥിച്ചു. ഏറ്റവും രസകരമായി ഞാൻ കണ്ട ഒരു പ്രത്യേക വരി ഇപ്രകാരമാണ്: രാജാവിൻ്റെ പട്ടാളത്തിൻ്റെ അകമ്പടിയോടുകൂടി അവർ യാത്രയായി എന്നാണ്. അവർ 13 കപ്പലുകളിലായി യാത്ര ചെയ്തു എന്ന് ഒരു രേഖയിൽ കാണുന്നു. സാധാരണയായി നമ്മൾ മലയാളത്തിൽ വായിക്കാറുള്ള രേഖകളിലും പാട്ടുകളിലുമായി കാണുന്നത് 3 കപ്പലുകൾ എന്നാണ്. പക്ഷേ ഒരു രേഖയിൽ കൃത്യമായി 13 കപ്പലുകൾ, അതായത് ഒരു കപ്പലിൽ ഏകദേശം 30ഓളം ആളുകൾ, ഏകദേശം 10 പേർ വേണം കപ്പിത്താനും ജോലിക്കാരുമായി, ബാക്കി 30 പേർ യാത്രക്കാരായി. ഇവർ 345-ൽ കൊടുങ്ങല്ലൂരിൽ യാതൊരു ആപത്തും കൂടാതെ വന്നിറങ്ങിയെന്ന് ഈ രേഖകളിൽ കാണുന്നു. അന്ന് നാട് വാണിരുന്നത് ചേരമാൻ പെരുമാൾ എന്ന നാട്ടുരാജാവായിരുന്നു. ഈ വലിയ ജനത്തിൻ്റെ വരവ് കണ്ട് നാട്ടുരാജാവും പ്രഭുക്കളും അത്യന്തം ഭയന്ന് ഇളകി എന്ന് രേഖകളിൽ കാണുന്നു. എങ്കിലും അധികം താമസിയാതെ തന്നെ ഇവരുടെ വരവിൻ്റെ വിവരം അറിഞ്ഞ് കോട്ടക്കായൽ, കൊല്ലം മുതലായ സ്ഥലങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനികൾ ഓടി കൊടുങ്ങല്ലൂരെത്തി ഇവരെ എതിരേറ്റു. ഇവർ ഒരുമിച്ച് രാജാവിനെ ചെന്ന് മുഖം കാണിച്ചു, തിരുമുൽ കാഴ്ചകളും സമർപ്പിച്ചു. രാജാവ് ഇവരോട് ചോദിച്ചു ഇവർ വന്നതിൻ്റെ കാരണം എന്താണെന്ന്. അപ്പോൾ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റിയും പുരോഹിതന്മാർ ഇല്ലാത്തതിനെ പറ്റിയും എല്ലാം ഇവർ രാജാവിനെ ഉത്ബോധിപ്പിച്ചു. അപ്പോൾ രാജാവിൻ്റെ മറുപടിയും എന്ന ഒരു വാചകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഇപ്രകാരമായിരുന്നു: നാട്ടുടയവനായ നമ്മാൽ വേണ്ടതിനൊക്കെയും ചെയ്തു തരുന്നതിന് സംശയമില്ല. ഇങ്ങനെ ഇവർ രാജപ്രീതിയോടുകൂടി കൊടുങ്ങല്ലൂരിൽ താമസമുറപ്പിച്ചു. ഇതിന് ശേഷമുണ്ടായ സംഭവങ്ങൾ അടുത്ത ആഴ്ചയിലെ പ്രഭാഷണത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇത്രത്തോളമുള്ള സംഭവങ്ങളെ പറ്റി തന്നെ ചരിത്രകാരന്മാർ, അതായത് കേരളത്തിലെയും പാശ്ചാത്യ രാജ്യങ്ങളിലെയും ചരിത്ര പണ്ഡിതന്മാർ പല തർക്കങ്ങളും ഉയർത്തുന്നുണ്ട്. ഇതുമൂലം തന്നെയാണ് പാശ്ചാത്യ ഭാഷകളിൽ എഴുതപ്പെട്ട മിക്ക ചരിത്രങ്ങളിലും ക്നായ് തോമ എന്ന ഒരാൾ കേരളത്തിൽ വന്നിട്ടേ ഇല്ല എന്ന് ശഠിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം അവർ പറയുന്നത്, ഇത് കേരളീയരായ വലിയ ബുദ്ധിയും സാമർഥ്യവും ഇല്ലാത്ത ജനങ്ങൾ മർത്തോമാ സ്ലീഹ എന്ന വ്യക്തിയുടെയും ക്നായ് തോമ എന്ന വ്യക്തിയുടെയും പേര് തമ്മിൽ കൂട്ടിക്കലർത്തി കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് എന്നാണ്. ഇത് നമുക്ക് വിശ്വസിക്കുവാൻ, ഇവരുടെ ഈ തർക്കങ്ങൾ നമുക്ക് വിശ്വസിക്കുവാൻ വളരെ പ്രയാസമാണ്. കാരണം കേരളത്തിൽ ഒരിക്കലും മർത്തോമാ സ്ലീഹായെ സ്ലീഹ എന്ന പദം ഇല്ലാതെ നമ്മൾ വിവക്ഷിച്ചു കാണുന്നില്ല. നേരെ മറിച്ച് ക്നായ് തോമായെ മാർ എന്ന് ചേർത്തോ ക്നായ് തോമായുടെ പേരിനോട് ചേർത്ത് വേറെ എന്തെങ്കിലും പര്യായപദങ്ങൾ ചേർത്തോ നമ്മളുടെ ചരിത്രങ്ങളിൽ കാണുന്നില്ല. ഏതായാലും ആ വിഷയം നമുക്ക് കൃത്യമായും തർക്കിച്ചു പോയി, അല്ല രണ്ട് പേരുകൾ തമ്മിൽ കൂട്ടിക്കുഴിച്ചു പോയി എന്ന് ചിന്തിക്കുവാൻ കാര്യമില്ല. പിന്നത്തെ തർക്കം ഇവർ യാത്ര ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും വലിയ ചോദ്യം ഉയർത്തുന്നത് 1-ാം നൂറ്റാണ്ടിൽ തന്നെ
മർത്തോമാശ്ലീഹായുടെ വരവിൻ്റെ കാലത്ത് തന്നെ കപ്പലേൽ മർത്തോമാശ്ലീഹ വന്നു എന്ന് കേരളീയ സുറിയാനി ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നു. ഏകദേശം 300 വർഷത്തിന് ശേഷം, അതായത് 345-ൽ ഈ ഒന്നാം സുറിയാനി കുടിയേറ്റക്കാരും കപ്പലിൽ വന്നു എന്ന് കേരളീയ ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. ഇത് രണ്ടും സംഭവിച്ചിരിക്കാൻ ന്യായമില്ല എന്നാണ് പാശ്ചാത്യരും കേരളീയരുമായ ചില പണ്ഡിതന്മാരുടെ തർക്കം. കാരണം അവർ മുൻപോട്ട് വയ്ക്കുന്ന പ്രധാന കാരണം അന്ന് കടൽ വഴിയായി യാത്ര ചെയ്യുവാൻ അറിവില്ലായിരുന്നു ജനങ്ങൾക്ക് എന്നുള്ളതാണ്. പക്ഷേ ഈ തർക്കത്തിനും യാതൊരു കാതലും ഇല്ലാത്തതായി കാണുന്നു. കാരണം നമ്മൾ ഈ മാപ്പിൽ നോക്കിയാൽ കാണാം, ഇത് റോമ സാമ്രാജ്യത്തിൻ്റെ ഉത്ഭവകാലത്ത്, അതായത് ഏകദേശം AD 30-ലാണ് BC 30-ൽ ആണ് ഓഗസ്റ്റസ് എന്ന റോമ ചക്രവർത്തി സ്ഥാനമേൽക്കുന്നത്. അതിനുശേഷം മുൻപോട്ടുള്ള വർഷങ്ങളിൽ റോമ സാമ്രാജ്യം വളരെ പെട്ടെന്ന് വളരെയേറെ ശക്തിയും സാമ്രാജ്യത്തിൻ്റെ വിസ്താരവും ആർജിച്ചെടുത്തു. നമുക്ക് വെറും വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻ്റർനെറ്റിലോ വിക്കിപീഡിയയിലോ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത്, ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഭാഗത്താണ് ഈജിപ്റ്റ് എന്ന രാജ്യം. ഈ രാജ്യം ഓഗസ്റ്റോസ് ചക്രവർത്തിയുടെ കാലത്താണ് ക്ലിയോപാട്ര ആന്റണിയെ കീഴടക്കി യുദ്ധത്തിൽ തോൽപ്പിച്ച് അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്ത കാലത്ത് ഈജിപ്റ്റ് റോമ സാമ്രാജ്യം കീഴടക്കി. അതോടുകൂടി തന്നെ ഈ ഭാഗം, അതായത് പലസ്തീൻ നാട് മുഴുവനും കീഴടക്കി. അതോടുകൂടി അല്പം വടക്കോട്ട് മാറി, ഇതാണ് സിറിയ എന്ന രാജ്യം. ഈ ഭാഗം, ഈ സിറിയയും മുഴുവനും റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. ഈജിപ്റ്റ് കീഴടക്കിയതോടുകൂടി അത്രയും നാൾ മെഡിറ്ററേനിയൻ മഹാസമുദ്രം, ഇവിടെ ഞാൻ ഈ ആരോ കാണിക്കുന്നിടത്താണ്, മെഡിറ്ററേനിയൻ സമുദ്രവും ഇന്ത്യ എന്ന ഭൂഖണ്ഡവും ചൈന എന്ന ഭൂഖണ്ഡവുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ പുരാതന ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഹെറോഡോട്ടസ്, പ്ലിനി മുതലായവർ, പ്ലിനി റോമ സാമ്രാജ്യത്തിൻ്റെ പ്രധാന ചരിത്രകാരനായിരുന്നു. ഇവരെല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും AD 50-ഓടുകൂടി റെഡ് സീ, ഈ ഭാഗമാണ് റെഡ് സീ, ചെങ്കടൽ എന്ന് പറയുന്ന ഭാഗം. ഇവിടെ മുഴുവനും നബത്തിയൻസ്, അഥവാ അതൊരു അറബികളുടെ ഒരു വംശമാണ് നബത്തിയൻസ്. നബത്തിയൻസ് വളരെ കെങ്കേമന്മാരായ കപ്പലോട്ടക്കാരായിരുന്നു. അവരാണ് ഈ ചെങ്കടലിൻ്റെ ഭാഗം, തീരപ്രദേശങ്ങൾ മുഴുവനും കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ പെട്ര എന്ന് പറയുന്ന നഗരം ഈ ആരോ കാണിക്കുന്നിടത്താണ്. അത് വലിയ പ്രശസ്തിയേറിയ ഒരു നബത്തിയൻ പട്ടണമായിരുന്നു. ഈ അക്വബ കടലിടുക്കിൻ്റെ വടക്കേ അറ്റത്താണ് ഏലിയ എന്ന പട്ടണം. ആ പട്ടണത്തിൽ നിന്നാണ് അന്ന് കപ്പലേറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഈ സിറിയ പലസ്തീൻ നാടുകളിൽ നിന്നും കാൽനടയായി അക്വബ കടലിടുക്കിൻ്റെ അവിടെ വരെ ചെല്ലാം. അവിടെ നിന്നും കപ്പലേറിയാൽ തെക്ക് കിഴക്കോട്ട് യാത്ര ചെയ്ത് എയ്ഡനിൽ വരെ എത്തി. ആദ്യകാലങ്ങളിൽ കപ്പലോട്ടക്കാർ ചെയ്തിരുന്നത് തുറന്ന കടലിന് കുറുകെ കടക്കുവാൻ അവർക്ക് ഭയമായിരുന്നത് കൊണ്ട് തീരപ്രദേശത്തോടുകൂടി, ഈ ആരോ പോകുന്നത് പോലെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ലാൻഡ് ഹോപ്പിംഗ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. എപ്പോഴും ഒരു വശത്തെങ്കിലും കരഭാഗങ്ങളെ കണ്ണിൽ വെച്ചുകൊണ്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ക്രിസ്തുവിന് ശേഷം 50-ാം വർഷം അല്ലെങ്കിൽ 49-50 വർഷങ്ങളിലാണ് ഹിപ്പാലൂസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ നാവികൻ, ഇവിടെ ഈ ആരോ കാണിക്കുന്ന ഭാഗത്ത് സൊക്കോത്ര എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിൽ നിന്നും അറേബ്യൻ കടൽ നേരെ കുറുകെ കപ്പൽ ഓടിച്ചാൽ സ്പൈസസും
കുരുമുളകും മറ്റും കിട്ടുന്ന മലയാള പ്രദേശം, അതിന് അന്ന് വിളിച്ചിരുന്നത് മലയാളമെന്നായിരുന്നില്ല, അതായിരുന്നു ഇന്ത്യ. ഇന്ത്യ പ്രോപ്പർ, ഇന്ത്യ എന്ന് വിളിക്കുന്ന ദേശം ഹിന്ദോ എന്ന് അറബി ഭാഷയിൽ പറയും. പക്ഷേ അവർ അന്ന് ഇന്ത്യ ഇങ്ങനെ ഒരു മുനമ്പായി കിടന്നിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഇന്ത്യ ഒരു പരന്ന പ്രദേശമായിട്ടാണ് അവർ കാണിച്ചിരുന്നത്. അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറൻ ഭാഗവും കിഴക്ക് ഭാഗവും എല്ലാം അവർ ഒരുപോലെയാണ് കണ്ടിരുന്നത്. നമുക്കറിയാവുന്നത് പോലെ മൈലാപ്പൂരും കാവേരി പൂവും പട്ടണം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ മാണി എന്നയാൾ, അയാളുടെ മതം ഉപദേശിച്ച 2 പ്രധാനപ്പെട്ട പട്ടണങ്ങൾ കിഴക്കൻ തീരത്തായിരുന്നു. ഇവിടെയോട്ടെല്ലാം കപ്പൽ നേരെ ഓടിയിരുന്നത് സോക്കോത്രായിൽ നിന്നായിരുന്നു. ഇത് സംഭവിച്ചത് ക്രിസ്തുവിന് ശേഷം 49-50 വർഷങ്ങളിലാണ്. ആ കാലത്ത് തന്നെയാണ് പെരിപ്ലൂസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്കുകാരനായ നാവികൻ പെരിപ്ലൂസ് മാറി എറിത്രേയി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിക്കുവാനിടയായി. ആ ഗ്രന്ഥത്തിൽ അലക്സാൻഡ്രിയ, അതെ ഇവിടെ ഈജിപ്തിൻ്റെ വടക്കേ തീരത്ത്, അലക്സാൻഡ്രിയ തൊട്ട് കേരള തീരത്തും തമിഴ്നാട് തീരത്തും ഏതൊക്കെ പ്രധാന പട്ടണങ്ങളിൽ ഇന്ന വിഭവങ്ങൾ കച്ചവടത്തിനായി ലഭിക്കും എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ പുസ്തകം നമുക്കിപ്പോഴും ലഭ്യമാണ്. അതിനകത്തെ രേഖകളിൻ പ്രകാരമാണ് ഈ കച്ചവടത്തിൻ്റെ വലിയ വലിയ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൻ പ്രകാരം മർത്തോമാ ശ്ലീഹ വരുന്നതിന് മുൻപ് തന്നെ ഒറ്റ മാസം കൊണ്ട് സോക്കോത്ര ദ്വീപിൽ നിന്നും കേരളത്തിലേക്ക് എത്താമായിരുന്നു. പലപ്പോഴും പല നാവികരും കേരളം ആദ്യം തൊടാതെ തന്നെ ആദ്യമേ മൈലാപ്പൂരേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവിടെ കപ്പൽ ഇറങ്ങിയതിന് ശേഷം വീണ്ടും കപ്പൽ കയറി അവർ സിലോണിന് ചുറ്റി പടിഞ്ഞാറേ തീരമായ കേരളത്തിലേക്കും വരുമായിരുന്നു. ഇപ്രകാരം മർത്തോമാ ശ്ലീഹ വന്ന കപ്പൽ യാത്രയും വളരെ സുഗമമായിരുന്നു. അതിനുശേഷം 300 വർഷങ്ങൾക്ക് ശേഷം ഏകദേശം, അതായത് 345-ൽ ക്നായ്തോമായും കൂട്ടരും വന്നപ്പോഴും ഈ കപ്പൽ യാത്ര വളരെ സുഗമമായിരുന്നു. അതുകൊണ്ട് താർക്കികന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് പോലെ യാത്രാ സൗകര്യത്തിന് അന്ന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് പ്രത്യേകിച്ചും റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ഭാഗങ്ങളിൽ കൂടി യാത്ര ചെയ്യുവാൻ വളരെ എളുപ്പമായിരുന്നു. അത് തന്നെയുമല്ല, ഹിപ്പാലൂസ് കണ്ടുപിടിച്ച ട്രേഡ് വിൻഡ്സ്, പായ്ക്കപ്പലിൻ്റെ പായ ഉയർത്തിയാൽ ഇന്ന പോലെ നേരെ അറേബ്യൻ സീ കുറുകെ കടന്ന് കേരളത്തിലെത്താമായിരുന്നു. അതുകൊണ്ട് ആ തർക്കത്തിനും ന്യായമില്ലാത്തതായി കാണുന്നു. അവർ ഏത് വഴിയായിരുന്നിരിക്കാം കേരളത്തിലേക്ക് വന്നത് എന്നത് മറ്റൊരു സംശയ വിഷയമാണ്. നമ്മൾക്ക് ലഭിച്ചിട്ടുള്ള രേഖകളിൻ പ്രകാരം ഈ കുടുംബക്കാരെല്ലാവരും 7 കുടുംബത്തിൽ നിന്ന് 72 വീട്ടുകാർ എന്നാണ് രേഖകളിൽ കാണുന്നത്. അവരെല്ലാവരും എഡേസ എന്ന പട്ടണം, അതായത് ഈ ഞാൻ ആരോ കാണിക്കുന്നിടത്താണ് എഡേസ. എഡേസ യൂഫ്രട്ടീസ് നദിയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഒരു ചെറിയ മനോഹരമായ പട്ടണമാണ്. അവർ ആ പട്ടണത്തിൽ മാർ അപ്രേമിൻ്റെ കോട്ടയിൽ നിന്നുള്ളവരായിരുന്നു എന്ന് തന്നെ വീണ്ടും വീണ്ടും സ്രോതസ്സുകളിൽ കാണുന്നു. അന്ത്യോക്യ, പാത്രിയർക്കീസിൻ്റെ ആസ്ഥാനമായിരുന്ന അന്ത്യോക്യ അതിന് അല്പം തെക്ക് പടിഞ്ഞാറായി കടലിനോടടുത്തുള്ള പട്ടണമാണ്. അവിടെ നിന്നും നേരെ തെക്കോട്ട് യാത്ര ചെയ്താൽ യെരുശലേമിൽ എത്തിച്ചേരാം. ഇപ്രകാരം ഈ യാത്രയെല്ലാം കരവഴിയായുള്ള ഈ യാത്ര, അതും റോമാക്കാരുടെ അന്നത്തെ റോഡ് നിർമ്മാണത്തിൻ്റെ അവർക്കുള്ള വൈദഗ്ധ്യം വളരെ പ്രസിദ്ധമാണ്. കാരണം അവരുടെ എഞ്ചിനീയർമാർ അന്നേ അവരുടെ കുതിരവണ്ടികൾ ഓടിക്കുവാൻ തക്ക വീതിയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ അടുക്കുകളായി മെറ്റലും ചരലും മണ്ണുമിട്ട് ഇടിച്ച് നിരത്തി നേരെ എന്തെങ്കിലും മലയിടുക്കുകളോ നദികളോ ഉണ്ടെങ്കിൽ അവർ അതിനെ ഒന്നും ചുറ്റിയോ വളഞ്ഞോ പോകുകയില്ല. അവർ നേരെ റോഡ് വെട്ടി അന്ന് തന്നെ റോഡുകൾ ഉണ്ടായിരുന്നു. ഇതിന് ഏറ്റവും നല്ല തെളിവായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു രേഖയാണ്
എഗേറിയ എന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ മഠത്തിലെ ഒരു സ്ത്രീ 4-ാം നൂറ്റാണ്ടിൽ ഏകദേശം ഈ കാലഘട്ടത്തിൽ തന്നെ യെരുശലേമിൽ ചെന്ന് കർത്താവിൻ്റെ കബറിടത്തിൽ പോയി കുമ്പിടുകയും അതിനുശേഷം താൻ അന്ത്യോഖ്യയിൽ പോവുകയും അന്ത്യോഖ്യയിൽ നിന്ന് താൻ എഡേസായിൽ പോവുകയും ചെയ്തു എന്ന് എഗേറിയ എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ കോപ്പികൾ നമുക്ക് ഇപ്പോൾ പുതിയ എഡിഷനായി ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ ദീർഘമായ വിവരങ്ങളുണ്ട്. എപ്രകാരമാണ് നടന്ന് കാൽനടയായി ഈ പ്രദേശങ്ങളിലെല്ലാം യാത്ര ചെയ്യാവുന്നത്. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ കുടിയേറ്റക്കാരുടെ സംഘം എഡേസായിൽ നിന്നും കാൽനടയായി പുറപ്പെട്ട് ഒന്നുകിൽ അന്ത്യോഖ്യ വഴി യെരുശലേമിൽ എത്തിച്ചേർന്നതായിരിക്കാം. അവിടെ നിന്നും അക്വബ കടലിടുക്കിൻ്റെ വടക്കേ തീരത്തെത്തി കപ്പലേറി അവർ അവിടെ നിന്നും പതുക്കെ യാത്ര ചെയ്ത് അനേക മാസങ്ങൾ കൊണ്ട് ഈ ചെങ്കടൽ മുഴുവനും യാത്ര ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അവിടെ നിന്നും ഇതാണ് സൊക്കോത്ര ദ്വീപ്. സൊക്കോത്ര ദ്വീപിൽ എത്തണമെങ്കിൽ 4-5 മാസം എടുക്കും. പക്ഷെ അവിടെ നിന്ന് ഒറ്റ മാസം കൊണ്ട് കൊടുങ്ങല്ലൂർ എത്താൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ മാപ്പിൽ നോക്കിയാൽ കാണാം വേറെ ഒരു മാർഗം കൂടി എഡേസക്കാർക്കുണ്ടായിരുന്നു. അതായത് എഡേസായിൽ നിന്നും കാൽനടയായി നിനവേയിലെത്തുക. ഇപ്പോഴത്തെ പുതിയ നിനവേ എന്ന് പറയുന്നത് വളരെ വളരെ പ്രാചീനമായ ഒരു പട്ടണമാണ്. അത് പണ്ടേ നശിച്ചു പോയി. കർത്താവിൻ്റെ കാലത്ത് തന്നെ അത് നശിച്ചു പോയിരുന്നു. ഇപ്പോൾ അതിൻ്റെ സമീപത്തുള്ള പുതിയ പട്ടണമാണ് മൂസൽ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഒരുപക്ഷെ എഡേസായിൽ നിന്നും മൂസൽ വഴി ടൈഗ്രീസ് നദിയിൽ കൂടി ചങ്ങാടം അതായത് കപ്പലുകൾ പോകുവാൻ തക്കവണ്ണം ആഴമുള്ള നദിയല്ല ഇത്. ചങ്ങാടം വഴി തെക്കോട്ടേക്ക് യാത്ര ചെയ്ത് ബാഗ്ദാദിലെത്തി അവിടെ നിന്നും ഇത് പേർഷ്യൻ ഉൾക്കടലാണ്. അവിടെ പേർഷ്യൻ ഉൾക്കടലിൽ കൂടി യാത്ര ചെയ്ത് ആയിരുന്നിരിക്കാം. പക്ഷേ ചരിത്രപരമായി മറ്റു പല വസ്തുതകളും വെച്ച് നോക്കുമ്പോൾ ആ യാത്രയേക്കാൾ ഏറ്റവും സുഗമമായതും അവർ ചെയ്തിരിക്കുവാൻ സാധ്യതയുള്ളതുമായത് ഈ തെക്ക് വഴിയുള്ള യാത്രയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നിനവേ പട്ടണവും ബാഗ്ദാദും എല്ലാം അന്ന് തന്നെ പേർഷ്യ സാമ്രാജ്യത്തിലായിരുന്നു. പേർഷ്യ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ, അതായത് 4-ാം നൂറ്റാണ്ടിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരുന്ന കാലമായിരുന്നു. ആ പരിതസ്ഥിതിയിൽ ക്രിസ്ത്യാനികളായ ഒരു കൂട്ടർ ഈ ദീർഘദൂരം കാൽനടയായും ചങ്ങാടം വഴിയായും യാത്ര ചെയ്യുന്നതിന് പല തടസ്സങ്ങൾ ഉണ്ടാകുവാനാണ് സാധ്യത. അത് തന്നെയുമല്ല, റോമ പട്ടാളക്കാരുടെ അകമ്പടിയോടുകൂടി ഇവർ പുറപ്പെട്ടു എന്ന് പറയുന്നത് ഒരിക്കലും ഈ വടക്കു വഴിയുള്ള യാത്രയായിരുന്നിരിക്കാൻ സാധ്യതയില്ല. കാരണം പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധികാരികൾ അതിന് സമ്മതിക്കുമായിരുന്നില്ല. അതുകൊണ്ട് മിക്കവാറും അവർ ഈ ചെങ്കടൽ വഴിയായുള്ള യാത്രയിൽ കൂടി ആയിരുന്നിരിക്കണം കേരളത്തിൽ എത്തിച്ചേർന്നത്.